വൈദികരെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, അടുത്ത പരിശുദ്ധ കുർബാനയ്ക്കുള്ള സമയം ഏകദേശമായതുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഒന്ന് രണ്ട് ചിന്തകള് നമ്മുടെ പിതാവായ തോമാ ശ്ലീഹായെ കുറിച്ച് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മള് തൊട്ട് അറിഞ്ഞ ശ്ലീഹായുടെ ദൈവാനുഭവം പങ്കുവയ്ക്കുന്ന ദിവസമാണ്. പുതുഞായർ കർത്താവിന്റെ ശിഷ്യന്മാരില് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഏറ്റവും പ്രിയങ്കരനായിരുന്ന, ഏറ്റവും വിലപ്പെട്ട, ഈശോയെ പോലെ ഇരുന്ന, ഇരട്ട പിറന്ന ദിദിമോസ് ആയിരുന്ന തോമ ഈശോയെ തൊട്ട് അറിഞ്ഞ് വലിയൊരു ദൈവാനുഭവം ലോകത്തിന്, പ്രത്യേകിച്ച് ഏഷ്യയ്ക്ക്, അതിലും പ്രത്യേകിച്ച് നമ്മളുടെ രാജ്യത്തിന് കൊണ്ടുവന്ന് പകർന്ന് തന്ന വ്യക്തിയാണ്. ആ ശ്ലീഹായുടെ ഓർമ്മയാണ് ഈ മലമുകളില് ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ അനുസ്മരിക്കുന്നത്. റോമില് മനോഹരമായ ഒരു ദേവാലയം, പല ദേവാലയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മരിയ മജോരെ, ദൈവമാതാവിന്റെ വലിയ പള്ളി എന്നാണ് അതിന്റെ അർത്ഥം. ആ പള്ളിയെ കുറിച്ച് റോമാക്കാര് പറയുന്നത് സാലൂസ് പോപ്പൊളി റൊമാനോ, റോമാക്കാരുടെ സംരക്ഷണ കേന്ദ്രം എന്നാണ്. സാലൂസ് പോപ്പൊളി റൊമാനോ. ഈ വാഗമണ് കുരിശുപള്ളിയെ കുറിച്ച്, പുരാതനമായ ഈ തീർത്ഥാടന കേന്ദ്രത്തെക്കുറിച്ചും നമുക്ക് അത് തന്നെ പറയാൻ സാധിക്കും. സാലൂസ് പോപ്പൊളി കേരള, കേരളത്തിലെ എല്ലാ മനുഷ്യരുടെയും നാനാജാതി മതസ്ഥരുടെയും ഒരു സംരക്ഷണ കേന്ദ്രം എന്ന് ഈ പുരാതനമായ ക്രിസ്തീയ ദേവാലയത്തെക്കുറിച്ച്, ഈ സംരക്ഷണ കേന്ദ്രത്തെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഇവിടേക്ക് ഭക്തജനങ്ങൾ വരുന്നത് തൊട്ട് അറിഞ്ഞ ഒരു അനുഭവം നമുക്കുമുണ്ടാകാൻ വേണ്ടിയാണ്. ഇനി നമ്മള് ഈശോയും തോമാ ശ്ലീഹായും സംസാരിച്ച അതേ ഭാഷയില്, പരമായ സുറിയാനി ഭാഷയില് പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ നമുക്ക് സാധിച്ചു എന്നതും വളരെ വലിയ വിലപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈശോ സംസാരിച്ച ഭാഷ, മാതാവ് സംസാരിച്ച ഭാഷ, ശിഷ്യന്മാരുടെ ഭാഷ, അതെല്ലാം സ്വയം കൂട്ടി കർത്താവിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ഭാരതത്തിൽ കൊണ്ടുവന്നു തന്ന പുരാതനമായ ആരാധനക്രമത്തിന്റെ ഭാഷയായിരുന്നല്ലോ സുറിയാനി ഭാഷ. ആ ഭാഷയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് സഭകളാണ് സീറോ മലബാർ സഭയും മലങ്കര സഭയും. മലങ്കര സഭയുടെ ബാഹ്യ കേരളത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന മെത്രാപ്പോലീത്ത കുർബാനയ്ക്കായി ഇവിടെ എത്തിക്കഴിഞ്ഞു, നമ്മോട് കൂടെയുണ്ട്. അവരും ഈ സുറിയാനി ഭാഷയുടെ, തോമാ ശ്ലീഹായുടെ പൈതൃകത്തിന്റെ ആ വലിയ ഒരു സമ്പത്ത് കൊണ്ടു നടക്കുന്നവരാണ്. ഒരുപക്ഷെ നമ്മെക്കാൾ കൂടുതലായിട്ട് ആ വക കാര്യങ്ങളില് വൈകാരികമായ രീതിയിൽ തന്നെ അവരുടെ ആരാധനക്രമത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹം, കത്തോലിക്ക സഭയാണല്ലോ നമ്മുടെ മലങ്കര കത്തോലിക്ക സഭ. ഇന്നത്തെ സുവിശേഷത്തില് നമ്മൾ കേട്ട പ്രധാനപ്പെട്ട തിരുവചനം, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, മാർ വാലാഹ് എന്ന് നമ്മളുടെ സീറോ മലബാർ സഭയുടെ സുറിയാനിയിൽ പറയും. മാർ വാലാഹ്, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. അത് വലിയ ഒരു ഉദീരണമാണ്. ശുദ്ധീകരിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു ഗാനമാണ്. വളരെയേറെ പരിശ്രമിച്ചതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ ഒരു ദൈവാനുഭവമാണ്. അദ്ദേഹം നിർബന്ധ ബുദ്ധിയോടുകൂടെ ഉത്ഥാനം ചെയ്ത
കർത്താവിനെ അവന്റെ മുറിവുകളോടുകൂടി ഞാൻ കണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ശിഷ്യന്മാരുടെ നടുവിൽ ഉത്ഥാനം ചെയ്ത കർത്താവിനെ അവന്റെ പീഡകളോടൊപ്പം കൊണ്ടുവന്ന് നിർത്തിയവനാണ് തോമ. അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസക്തി, അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രഘോഷണത്തിന്റെ അന്തരമായ വശവും തന്നെയാണല്ലോ. വിശുദ്ധ യോഹന്നാന് തന്റെ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഈ സംഭവം അദ്ദേഹം അന്ന് അവരുടെ സഭയിലുണ്ടായിരുന്ന ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടി കൂടെ കൊടുത്തതാണെന്നാണ് എന്റെ ഉറച്ച വിശ്വാസം. യോഹന്നാന്റെ സുവിശേഷം വളരെ വിലപ്പെട്ടതാണ്. സ്ത്രീകളുടെ സുവിശേഷമാണ്. പാപിനിയായ സ്ത്രീയെ, സമറിയാക്കാരി സ്ത്രീയെ, മർത്തായ, മറിയം, പരിശുദ്ധിയമ്മ, തത്വസ്ത്രീകള്, ഇങ്ങനെ ഒരുപാട് സ്ത്രീകളെ കൊണ്ട് കർത്താവിന്റെ സുവിശേഷം ഈ ലോകത്തിന് നൽകിയ ഒരു സുവിശേഷകനാണ്. എന്നാൽ അതോടൊപ്പം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിലൊന്നാണ് കാലുകഴുകല്, മറ്റൊന്ന് തോമാസ് ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം. കാലുകഴുകല് വിശുദ്ധ കുർബാന തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ മറ്റു സുവിശേഷകന്മാർ കൊടുത്തിരിക്കുന്ന അന്ത്യ അത്താഴത്തിന്റെ വിശദീകരണം വളരെ ഇല്ലാതെ ഈ കാലുകഴുകല് കൊടുത്തിരിക്കുന്നത് ആ കുർബാനയ്ക്ക് പകരമാണ്. അതുപോലെയുള്ള ഒരു കുർബാന തന്നെയാണ് തോമാസ് ലീഹായുടെ ഈ വിശ്വാസ പ്രഖ്യാപനവും. ആഴ്ചയുടെ 1-ാം ദിവസം ഞായറാഴ്ച എല്ലാവരും പള്ളിയിൽ പോകുന്നതുപോലെ ശിഷ്യന്മാരും ഒരു കെട്ടിടത്തില് വന്ന് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് അവരുടെ നടുവിൽ അച്ഛൻ കുർബാന ചൊല്ലുന്നത് പോലെ വന്ന് നിന്ന്, നിങ്ങൾക്ക് സമാധാനം, നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കണം എന്നെല്ലാം പറയുന്ന ആ കാര്യം ഒരു കുർബാന തന്നെയാണ്. ഒരു വൈദികൻ ഈശോയുടെ നാമത്തിൽ വന്ന് അർപ്പിക്കുന്ന കുർബാന തന്നെയാണ്. അങ്ങനെ രണ്ട് കുർബാന ക്രമങ്ങൾ വാസ്തവത്തില് യോഹന്നാന് തന്റെ സുവിശേഷത്തോട് കൂട്ടിച്ചേർക്കുകയായിരുന്നു. ശ്ലീഹന്മാര് മരിച്ച എല്ലാവരും തന്നെ പോയി. യോഹന്നാന് ഏറ്റവും പ്രായം കുറഞ്ഞ അവസാനത്തെ സുവിശേഷകനാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലുള്ള ഒരു ചിന്ത, ഈ വ്യക്തികളൊക്കെ മൺമറിഞ്ഞു പോകുമ്പോഴും ഈ കർമ്മങ്ങള് തുടരണം. അതുകൊണ്ടാണ് കണ്ട് തൊട്ട് അറിഞ്ഞ ഒരു ശ്ലീഹായെ കൊണ്ടുവന്ന് നിർത്തി കാണാതെ വിശ്വസിക്കുന്നവരെല്ലാം കൂടുതൽ അനുഗ്രഹീതരാണ് എന്ന് കർത്താവിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ആ ഒരു വലിയ പ്രശ്നത്തിന് യോഹന്നാൻ ഒരു പരിഹാരം ഇവിടെ കൊണ്ടുവരികയാണ്. ശ്ലീഹന്മാർ 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. നമുക്കതേക്കുറിച്ച് ഒരു വിഷമവുമില്ല. ആ പൈതൃകം നമ്മൾ ഇടമുറിയാതെ കൊണ്ടു നടക്കുകയാണ്. അതായിരുന്നു യോഹന്നാന്റെ വലിയൊരു പരിശ്രമം. തോമാസ് ലീഹ ലോകത്തിന് പ്രത്യേകമായിട്ട് നൽകുന്ന ഒരു കാര്യവും ഈ മാർബാലാഹ്, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, അതൊരു വലിയ പ്രാർത്ഥനയാണ്. ഈശോനാമ പ്രാർത്ഥനയാണ്. മലങ്കര സഭയിലൊക്കെ ഇത് കൂടുതലായിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കളൊക്കെ കൊന്ത ചെല്ലുന്ന കൂട്ടത്തില് എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് പറഞ്ഞ ആ പ്രാർത്ഥന, ആ സുവിശേഷം തന്നെ ഉരുവിട്ട് ചൊല്ലുമായിരുന്നു. അതാണ് ഈശോനാമ പ്രാർത്ഥന. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് 151 പ്രാവശ്യം ചെല്ലുമ്പോൾ അത് പൗരസ്ത്യ സഭയുടെ വലിയൊരു പൈതൃകമാണ്, പ്രാർത്ഥനയാണ്, സുവിശേഷമാണ്, തോമാസ് ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനമാണ്. അതിന്നൊരു സഭാത്മകമായ പ്രാർത്ഥനയാണ്. 2000 വർഷങ്ങളായിട്ട് സഭ നടത്തുന്ന പ്രാർത്ഥനയാണ്. അത് വലിയ ഒരു ദൈവശാസ്ത്രമാണ്. ഈശോയെ യഹോവയുടെ സ്ഥാനത്ത് കൊണ്ടുവന്ന് നിർത്തുന്ന, രക്ഷകനായ പിതാവായ ദൈവത്തിന്റെ സ്ഥാനത്ത് കൊണ്ടുവന്ന് നിർത്തുകയാണ്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഞങ്ങൾ ഉത്തിരനെ കണ്ടു എന്ന് പറഞ്ഞതുപോലെയാണ് എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്നുള്ളത്. നമ്മളുടെ ബെനഡിക്ട് വിൻസെന്റ് പിതാവ് ഒരിക്കൽ പറഞ്ഞു, ഇത് ഒരു മിസ്റ്റിക്കൽ പ്രാർത്ഥനയാണ്. സുറിയാനി ഭാഷ തന്നെ ഒരു മിസ്റ്റിസിസമാണ്. കർത്താവിനോട് ബന്ധപ്പെടാന് ഈശോയെ തൊട്ടു നിൽക്കുന്നത് പോലെ നമുക്കും തോന്നും.
ഈ മാർവാരാഹില് എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്നുള്ള പ്രാർത്ഥന അതൊരു മിസ്റ്റിസിസമാണ്, രഹസ്യമാണ്, ദൈവത്തെ തൊടുന്ന ഒരു അനുഭവമാണ്. അതോടൊപ്പം അതൊരു പ്രാപഞ്ചിക സ്വഭാവമുള്ള പ്രാർത്ഥനയുമാണ്. കോസ്മിക് ആയിട്ടുള്ള ദൈവം സൃഷ്ടിച്ച എല്ലാറ്റിനെയും രക്ഷയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രാർത്ഥന. അങ്ങനെ ഒരുപാട് ദൈവശാസ്ത്ര ആത്മീയ സഭാത്മക മാനങ്ങളുള്ള ഒരു തിരുവചനമാണ് നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹ മുറിവുകളോടുകൂടിയ കർത്താവിനെ കണ്ടപ്പോൾ ഏറ്റുപറഞ്ഞത്. തോമാ പറഞ്ഞില്ല എനിക്ക് അത്ഭുതം ചെയ്ത കർത്താവിനെ കാണണം, സ്വർഗത്തിന്റെ 7-ാം മുറിയിൽ ഇരിക്കുന്ന കർത്താവിനെ കാണണം എന്നൊന്നും പറഞ്ഞില്ല. മുറിവേറ്റവനെ ഞാൻ കണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ്കോസ് പാപ്പ പറഞ്ഞല്ലോ, മുറിവുകളെ കൂട്ടത്തിൽ കൊണ്ടു നടക്കുന്നവനാണ് ശിഷ്യൻ. പാപ്പ പറഞ്ഞു, നമ്മുടെ സിസ്റ്റേഴ്സ് ആയിരിക്കാം, അച്ഛന്മാരായിരിക്കാം, അൽമായരായിരിക്കാം, മെത്രാനോ കർദിനാളോ ആയിരിക്കാം, അല്ലെങ്കിൽ മാർപ്പാപ്പ തന്നെ ആയിരിക്കാം, മുറിവുകളോട് സ്നേഹമില്ലെങ്കിൽ, വേദനകളോട് സ്നേഹമില്ലെങ്കിൽ, കുരിശുകളോട് സ്നേഹമില്ലെങ്കിൽ നമ്മൾ വെറും ലോകത്തന്മാരാണ്, ലോകത്തിന്റെ മനുഷ്യരാണ്, ഈശോയുടെ ശിഷ്യന്മാരല്ല. ഈ തോമാ ശ്ലീഹ ഇന്ന് നമുക്ക് നൽകുന്ന സന്ദേശം അഗാധമായ ഒരു ക്രിസ്തു വിജ്ഞാനീയം നമുക്ക് നൽകിക്കൊണ്ട് പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിക്കുന്ന മനോഹരമായ ചിന്തയും പ്രാർത്ഥനയും തന്നെയാണ്. ഈ മലമുകളില് നമുക്ക് ഇതുപോലെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ സാധിച്ചത് വലിയ ദൈവകൃപയാണ്. ഇതിനെല്ലാം ക്രമീകരണങ്ങൾ ചെയ്യുന്ന നമ്മുടെ വാഗമണ്ണ് വികാരിച്ചിനെ ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. അദ്ദേഹം രാത്രിയും പകലും ആഴ്ചകളായിട്ട് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോട് കൂടെ മുന്നൂരച്ഛനും മറ്റു വികാരന്മാരും അവരെല്ലാവരും ഇതിനു വേണ്ടി അത്യുധ്വാനം ചെയ്തതാണ്. നമുക്ക് ഇവിടെ വരുന്നവർക്ക് ഈശോയെ തൊട്ടു എന്നുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്, ആ ദൈവാനുഭവത്തിന് വേണ്ടിയാണ് അച്ഛനും സഹപ്രവർത്തകരും ഇവിടെ ഇതിനു വേണ്ടി അധ്വാനിച്ചത്. അത് നമുക്ക് വലിയ ദൈവകൃപയുടെ അവസരമാണ്. പിന്നെ പിതാവിനോടൊപ്പം നമുക്ക് എല്ലാവർക്കും ഇവിടെ ആയിരിക്കാൻ സാധിച്ചത് വലിയ കൃപയാണ്. നിങ്ങൾ എല്ലാവരെയും വിശുദ്ധ തോമാ ശ്ലീഹായ്ക്കും വിശുദ്ധ അത്ഭുത സ്വാമിക്കും സമർപ്പിച്ച് എന്റെ വാക്കുകൾ ഉപസംഹരിക്കും.